യമനിലെ നിസ്കാരത്തിനൊക്കെ വലിയ മധുരമാണ്. പ്ലെയിൻ കയറി ഹജ്ജിന് പോകുന്നത് കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ കയറി ഉംറയ്ക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ കയറി മദീനയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. പ്ലെയിൻ കയറി നിസ്കാരത്തിന് വരുന്നൊരു സ്ഥലം നിങ്ങൾക്ക്, അത് യമനിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയാണ്. ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങൾ അല്ലാഹു അക്ബർ തക്ബീർ അങ്ങട്ട് കെട്ടുമ്പോഴേക്ക് കരച്ചിലൂടെ. ഈ സാധു അവിടെ പഠിക്കുന്ന അവസരത്തിൽ 36 രാഷ്ട്രങ്ങളിലെ കുട്ടികൾ അവിടെ ഉണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, തുനീഷ്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, ബ്രിട്ടൻ, സൗദി അറേബ്യ, അബൂദബി, എല്ലാ സ്ഥലത്തെ മക്കളുണ്ട്. അമേരിക്കയിലൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരും അവരൊക്കെ മുസ്ലിമായാൽ നേരെ വരെ അങ്ങട്ട ഒരു കനിവ് തേടി കിനിവ് തേടി അങ്ങോട്ട് വരികയാണോ വലിയ 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 മനുഷ്യന്മാര്. നിസ്കാരത്തിന്റെ മധുരം വളരെ വലുതല്ലേ. 27-ാം രാവിന് നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ ബോധം കെട്ടു വീഴുന്നവരെ മാറ്റിക്കടത്താനുള്ള ബെഡും ബെഡ്ഷീറ്റും കട്ടിലും സജ്ജീകരിച്ചിട്ടേ നിസ്കാരം തുടങ്ങുള്ളൂ. ആയത്തിങ്ങനെ ഓതുമ്പോത്തിനിങ്ങനെ ബുഗലോടും. കാര്യമില്ല, ബോധം കെട്ട് ബുക. നമ്മുടെ ജീവിതത്തിൽ ഒരാളെ ഓത്ത് കേട്ടിട്ട് ബോധം കെട്ട ഒരാളെ നമ്മൾ കണ്ടക്കണ. നിങ്ങൾ യമൻക്ക് പോയി നോക്കി, ദാറുൽ മുസ്തഫി പോയി നോക്കി, അവിടെ കാണാം. ഓത്ത് കേട്ടത് മാത്രമല്ല വിഷയം. വെള്ളിയാഴ്ച രാവ് ഒരു മൗലൂദുണ്ട്. വലത്തു പോകും, ഇടത്തു പോകും, മുന്നിൽ പോകും, പിന്നിൽ പോകും, ബോധം കെട്ടു പോകുകയാണ്. ഇന്നി റഅയ്തു ബിഐനയ്യ, ലൈവായി നമ്മൾ കണ്ട സംഗതി അത്. അല്ലാ, എന്താ ഓൽക്കുള്ള പ്രത്യേകത? ആട് മേക്കാൻ പോകുന്ന പെണ്ണ് പോലും മുഖമൂടി ധരിച്ച് കയ്യുറ ധരിച്ച് കാലുറ ധരിച്ച പോവാ. പിന്നെ അവിടുത്തെ ആണുങ്ങൾക്കൂടെ പെണ്ണുങ്ങളെ കാണാൻ ചാൻസ്. ആട് മേക്കാൻ പോകുന്ന പെണ്ണ് എന്നാൽ നമ്മുടെ നാട്ടിലെ എത്രാങ്കിട പൗരയാണ്. ലജ്ജയൊക്കെ മാറ്റിവെച്ച് എവിടെയെങ്കിലൊക്കെ എടുത്തു വെച്ച് അങ്ങനെ പോകുന്നൊരു പെണ്ണല്ലേ. ആ തസ്തികയിലുള്ള പെണ്ണ് 10-200 ആടിനെ മേച്ച് അതിനെ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ കളത്തിൽ കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് തീപ്പൂട്ടുന്ന യമനിലെ പാവപ്പെട്ട സഹോദരിമാർ മുഖമൂടി ധരിച്ചാണ്. ഞാൻ കണ്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളോടൊന്നിച്ച് ഞങ്ങളിങ്ങനെ മണൽപ്പരപ്പിലൂടെ സിയാറത്തിന് പോകുമ്പോ ഇതിന്റെ ഒരു ആട്ടിൻപറ്റം നോക്കുമ്പോ പിന്നിൽ 2 പെണ്ണുങ്ങളെ, രണ്ടാളും മുഖമൂടി ധരിച്ചാ പോണത്. അല്ലാ, കള പറിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെ, വിറക് വെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളെ, ആട് മേക്കാൻ പോകുന്ന പെണ്ണുങ്ങളെ, പുല്ലരിയാൻ പോകുന്ന പെണ്ണുങ്ങളെ, എല്ലാരും ഉണ്ടായില്ലേ. നമ്മളൊരു ഉറുപ്പ്യാണ് കൊടുത്ത പോലെ 4 ഉറുപ്പ്യം 16 കലാലും കിട്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയോടൊപ്പം കതച്ച് യമൻ ഓടണമെങ്കിൽ 4 സ്റ്റെപ്പും കൂടി മേപ്പെട്ട് ചവിട്ടണം, എന്നാലേ എത്തുള്ളൂ. അത്ര ദാരിദ്ര്യ. 10-30 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ പണിക്കോയില്ലേ, അതേമാതിരി ഇപ്പോഴും പോവാണ് അവിടെ. പക്ഷെ ഒരു മുടിനാരുടെയും ഒരു പുരുഷൻ കാണൂല. 5.5 മാസം ഈ യമൻ എന്ന പ്രവിശ്യയിൽ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തും അതിന്റെ ചുറ്റുവട്ടത്തും യാത്ര ചെയ്തും മറ്റുമായി ഞാൻ ജീവിച്ചിട്ട് 5.5 മാസത്തിനിടക്ക് 85 വയസ്സ് തോന്നിക്കുന്ന ഭ്രാന്തുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയ പീഡികത്തിണ്ണയിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുഖമല്ലാതെ, ഒരു പെണ്ണിന്റെ മുടിനാരിഴയല്ലാതെ ഈ നഗ്നനേത്രങ്ങളെ കൊണ്ട് മറ്റൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല. ഒരു മാംസളമായ ഭാഗവും ഒരു മുടിനാരിഴയും കണ്ടിട്ടില്ല. ആ നാട്ടിൽ എന്തുകൊണ്ട് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിക്കൂടാ? അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു. ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നന്ദികേട് കാട്ടി ജീവിച്ച ജനങ്ങൾ അല്ലാഹു അവരെ ഭീതിതമായ ശിക്ഷ ശിക്ഷിക്കുമേ. അപ്പോഴേക്ക് ഒരു പകുതി കരഞ്ഞിട്ടുണ്ടാവും. ഒരു വട്ടം കൂടി അഭിമുഖങ്ങൾ ഒന്നും കൂടി ആവർത്തിച്ച് അതന്നെ ചൊല്ലും. ഈ ബിരിൽ അലൈഹി സ്വലാം വന്നിട്ട് ഓതാണെന്ന് തോന്നിപ്പോ.
ഒരു വട്ടം കൂടിയും ആവർത്തിക്കുമ്പോത്തിന് 70% ആൾക്കാർ കരഞ്ഞിട്ടുണ്ടാവും. നമ്മളെപ്പോലത്തെ കടുകടുത്ത ഹൃദയക്കാരില്ലേ, ഓൽക്കൊക്കെ ഒരു വട്ടം കൂടി പറഞ്ഞ ചിലപ്പോ നനങ്ങും. ഒരു ധ്വനിയാണ്, അതിലങ്ങോട്ട് പൊട്ടും എല്ലാരും. അല്ലാ, ഓത്ത് കേട്ടിട്ട് ബോധം കെട്ടുപോകാൻ അവർക്ക് കഴിയുന്നത് കണ്ണ് സൂക്ഷിച്ചത് കൊണ്ടാണ്. അവിടെ അകത്തളങ്ങളിലെ പെണ്ണുങ്ങൾ നിസ്കാരത്തിൽ കരയുന്നത്, ഓ എന്റെ പെണ്ണുങ്ങളെ, അവര് സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടാണ്.